ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. തോമസ് പോവാറായോ? ഒരു 10 മിനിറ്റ്. സാർ എന്താന്ന് വെച്ചാൽ നോക്കൂ. ഏയ് എനിക്കല്ല, ദാ ഇവർക്കാ. ആ, ഈ കുട്ടിക്ക് അടുത്ത ദിവസം ഒരു ടെസ്റ്റ് ഉണ്ട്. ഓ, ആ പേപ്പർ കാണാതായ വിവാദം. യെസ്. അതാരാ സാറേ പ്രിൻസിപ്പലിന്റെ മുറി കയറി അങ്ങനെ ചെയ്തേ? എന്താ പോലീസ് പരാതി കൊടുക്കാത്തെ? ആളെയൊക്കെ വ്യക്തമാണല്ലോ തോമസേ. പിന്നെ എല്ലാവരും അറിയാത്ത പോലെ നടിക്കുന്നു. താൻ ഒരു കാര്യം ചെയ്യും, ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. കമ്പനി കുറച്ച് ബുക്സ് റെഫർ ചെയ്തോട്ടെ. അല്ല സാറേ, അത് അറിയാം, സമയം കഴിഞ്ഞല്ലേ. തൽക്കാലം ഇവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ പെട്ടെന്ന് നോക്കിക്കോളാം സർ. ശ്രദ്ധിക്കണം, കഴിഞ്ഞ തവണ ഇവിടെ വെച്ച അവര് ക്വസ്റ്റ്യൻ പേപ്പർ തന്ന് പറ്റിച്ചത്. അതിന് ആരെങ്കിലും പേപ്പർ എന്നാ ആദ്യം ഞാൻ മണപ്പിച്ച് നോക്കില്ലേ? രമ്പയുടെ സ്പ്രേയുടെ മണം ഉണ്ടോന്നറിയാൻ. എപ്പോഴും അങ്ങനെ ആണോടി? അപ്പോ എന്നാ നിങ്ങൾ ഇരുന്നോളൂ. രണ്ടുപേരും കൂടി ഒന്ന് തെരഞ്ഞ കാര്യങ്ങൾ എളുപ്പമാവും. ഓക്കെ കബനി, ഒട്ടും സമയം കളയണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാനൊരു ഫാമിലി ഫംഗ്ഷന് പോവാ. ഓക്കെ, പൊയ്ക്കോളൂ. താങ്ക് യു തോമസ്. ഓക്കെ സർ. നിനക്കെന്താടി പുസ്തകങ്ങൾ കാണുമ്പോ ഇത്ര സന്തോഷം? അത് പിന്നെ ഉണ്ടാവില്ലേ? ഒരു ലൈബ്രറി എന്ന് പറഞ്ഞാ മികച്ച എഴുത്തുകാര്, ശാസ്ത്രജ്ഞന്മാര്, കവികള് എല്ലാരും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കല്ലേ. പിന്നെ നമുക്കേ അവർക്ക് ഒരു ചായ ഇട്ട് കൊടുത്താലോ? ഓടി ഇവിടുന്ന്. ലൈബ്രറിയിലേക്ക് കയറിയ ഏത് വിവരമില്ലാത്തവരും പറയുന്നൊരു കാര്യമുണ്ട്. ചുറ്റും നിൽക്കുന്ന വലിയ എഴുത്തുകാര് തള്ളു തന്നെ അല്ലേടി? ഓ, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എക്സ്ക്യൂസ് മീ, സമയം കഴിഞ്ഞു. സോ വാട്ട്? ഇവൾ ആരാന്ന് അറിയില്ലേ തനിക്ക്? രംഭയുടെ കോളേജില് രംഭ എപ്പോ എവിടെ കയറി ചെന്നാൽ എന്താ കുഴപ്പം? എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യണ്ടേ? ഇറ്റ്സ് ഓക്കെ അലീന, ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. അകത്താരോ ഉണ്ടല്ലോ, അവര് നിൽക്കുന്ന അത്ര സമയം നമുക്ക് അത് ഋഷി സാറിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റാ. ഷട്ട് അപ്പ്. ഉടമയായ എന്നെ തടയാൻ തനിക്ക് ആദർശം പറയാം, എന്നിട്ട് അവൾക്ക് നിൽക്കാൻ സ്പെഷ്യൽ റിക്വസ്റ്റ്. ഹേ മിസ്റ്റർ, ഇറക്കി വിടവളെ, അല്ലെങ്കിൽ നാളെ തന്റെ ജോലി കാണില്ല. ചെല്ലു ചേട്ടാ, ഡ്യൂട്ടിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ആളല്ലേ. ഡ്യൂട്ടി ഞങ്ങളൊന്ന് കാണട്ടെ. അതെ, ലൈബ്രറിയിലൊന്നും കയറി പണിയണമെന്ന് തോന്നാത്തോണ്ടാ നമ്മൾ തമ്മിൽ കാണാത്തത്. ഇറക്കി വിടവളെ. കുട്ടി, നിങ്ങൾ ഇറങ്ങിക്കോളൂ. ബാക്കി സ്റ്റുഡൻസ് ഒന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അയ്യോ സാറേ, ഞാൻ ഈ ബുക്ക് ഒന്ന് തീർത്തോട്ടെ. സാറേ, കുറച്ചേരം പഠിച്ചിട്ട് ഇറങ്ങാൻ സാറേ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഇറങ്ങിയേ പറ്റൂ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ സാറേ? നിങ്ങളിപ്പോ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, പെട്ടെന്നൊന്ന് ഇറങ്ങും പ്ലീസ്. ഞാനിത് പഠിച്ചു തീർന്നില്ലടി. പോട്ടടി, സാരില്ല, നീ വന്നേ. ഓരോന്ന് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ എത്ര പേരാ, അതിനിടയിലാ ഇങ്ങനൊരാള്. നീ വന്നേ. ഓരോന്ന് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞ എത്ര പേരാ, അതിനിടയിലാ ഇങ്ങനൊരാള്. നിനക്കൊക്കെ എന്താടി? ഞങ്ങൾ എവിടെ പോയാലും മണം പിടിച്ച് എത്തുന്നുണ്ടല്ലോ. മുതലാളിമാരുടെ കൂടെ കുറെ വെറ്റില ചെല്ലക്കാര് നടക്കുന്നത് പോലെ കൂടെ കുറെ പേരും റാൻ റാൻ എന്ന് പറയാൻ. ഒന്ന് പോടാ ചേർക്കാം. ഒന്ന് അടങ്ങടി. റീ എക്സാം. അപ്പൊ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുമല്ലോ. അപ്പൊ എന്ത് വേണം? അനർഹമായ സഹായം ഇല്ലാതെ വേണം. എന്ന് വെച്ചാ ഋഷിയുടേതടക്കം ഒരു സഹായവും ഇല്ലാതെ. എക്സാം നിനക്കാണ്.
അല്ലാതെ നിനക്കും ഋഷിക്കും ലൈബ്രറിയൻ തോമസിനും ഒന്നിച്ചല്ല. മനസ്സിലായോടി? പോവാൻ നോക്ക്. അധികം വൈകാതെ പൊട്ടും. എന്താടി പറഞ്ഞേ? എന്താന്ന് ചോറക്ക പറയടി. അധികം വൈകാതെ തന്നെ നിന്റെ മുഖത്തൊരെണ്ണം പൊട്ടൂന്ന് അതാ പറഞ്ഞേ. നടന്നത് തന്നെ. കഴിഞ്ഞ തവണ എനിക്ക് നിന്റെ പഠന കാര്യത്തിൽ അല്പം പോലും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ആ കുറവ് ഇത്തവണ ഞാൻ തീർക്കും. ഊണും ഉറക്കം ഉപേക്ഷിച്ച് ഞാൻ കാത്തു നിന്നോളാം. ഉണ്ടാവണം. എന്നിട്ട് ഞാൻ പരീക്ഷ എഴുതി കഴിയുമ്പോഴേ ഇവരെയും കൂട്ടുപിടിച്ച് നിന്റെ പഴയ ജോലി ചെയ്യണം. മോഷണം. എന്നെ തോൽപ്പിക്കാൻ നീ ഇങ്ങനെ ഊണും ഉറക്കം കളഞ്ഞ് നിൽക്കുന്നതുകൊണ്ടേ എന്റെ ഉത്തരവാദിത്വമല്ലേ കൂടുന്നത്. നോക്കിക്കോ, കഴിഞ്ഞ എക്സാമിന് വാങ്ങിയതിനേക്കാൾ 1 മാർക്കെങ്കിലും ഈ എക്സാമിന് ഞാൻ കൂടുതൽ വാങ്ങിയിരിക്കും. ബെറ്റ്. വാടി. ആ ദുഷ്ടന്മാർ എന്റെ പേപ്പറും കൂടി എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ ഞാനും ഇങ്ങനെ നടന്ന് പഠിക്കേണ്ടി വന്നേനെ. എന്റെ ഭാഗ്യം. പഠിക്കുന്നോണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും എന്തായാലും രംഭ നിന്നെ വിട്ടിട്ടില്ല. അതല്ലേ ഇന്ന് ലൈബ്രറിയിൽ കാണിച്ചത്. അവര് ചെയ്യാവുന്നത് ചെയ്യട്ടെ. അവിടെയും ഭാഗ്യം നമ്മുടെ കൂടെ ആണല്ലോ. അതുകൊണ്ടാ സ്നേഹ ഈ ബുക്സ് തന്നത്. ഇത് നോക്കിയാൽ മതിയെന്ന് ഋഷി സാറും പറഞ്ഞു. പിന്നെന്താ? എടി കബനി, നമ്മുടെ അമ്മമാരെപ്പോഴും പറയാറില്ലേ വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നം ബലിക്കുന്നു. അത് സത്യാണോ? ആ പിന്നെ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ? അതായത് ഒരു ദിവസം ഞാൻ നീയും കൂടി എവിടെ പോവാട്ടോ. അപ്പോ പെട്ടെന്ന് മുമ്പിലേക്ക് ദൈവോ അല്ല ഒരു ലോട്ടറിക്കാരൻ. അയാളുടെ കയ്യില് വലിയൊരു ലോട്ടറി. വലിയ ലോട്ടറിയോ? ഇന്ന് വെച്ച കൊറേ കാശിന്റെ ബമ്പര്. ശരി, എന്നിട്ടെന്താ ആ ലോട്ടറി നമുക്കടിച്ചു. ഓഹോ. പിന്നെ നമ്മുടെ ചുറ്റും ബാങ്കുകാരും പത്രക്കാരും. നമ്മളിങ്ങനെ ഇരിക്കുക കേട്ടോ, കാശൊക്കെ എങ്ങനെ ചെലവാക്കാൻ ആലോചിച്ച്. പെട്ടെന്നൊരു ഐഡിയ. എന്താ പറ. നമ്മൾ കാശെടുക്കുന്നു, കൊട്ടാരം മുറ്റത്ത് പാർവതി അമ്മയെ കാണുന്നു, നമ്മുടെ കോളേജ് നമ്മൾ വാങ്ങുന്നു. ഓ, എങ്ങനെയുണ്ട്? കൊള്ളാം. പിന്നല്ലേ പ്ലാൻ. നമ്മുടെ കോളേജിൽ നമ്മുടെ ശത്രുവായ രംഭ ടെസ്റ്റ് എഴുതി എഴുതി അവളുടെ നടുവൊടിയും. നല്ല സ്വപ്നം. അയ്യോ, കറണ്ട് പോയോ? കറണ്ട് പോയി. എടി, ഇങ്ങനെയുള്ള തള്ളു തള്ളിയ പിന്നെ കറണ്ട് പോയില്ലേ? സ്വപ്നം കണ്ടാലും അതിനൊരു മര്യാദയില്ലേ? എടി, പുറത്തൊക്കെ വെളിച്ചമുണ്ടല്ലോ. ശരിയാണല്ലോ. കബനി, ആടി ശരിയാ, മറ്റെല്ലായിടത്തും ലൈറ്റ് ഉണ്ട്, ഇവിടെ മാത്രമില്ല. എനിക്ക് തോന്നതേ ബൾബ് ഫ്യൂസ് ആയിട്ടുണ്ടാവുന്ന. നീ വാ. രംഭ, ഡൺ. ഓക്കെ, ഇപ്പൊ അവള് മുറിയിൽ നിന്ന് പുറത്തിറങ്ങും. ഏതെങ്കിലും ഒരുത്തി അവളെ മുറിയിലിരുന്ന് പഠിക്കാൻ സമ്മതിച്ചാൽ അവളെ പിന്നെ വിടരുത്. അങ്ങനെ ആരുമില്ല. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് രംഭയുടെ ഓർഡർ ആണ്. ഗുഡ്. ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ടല്ലോ. ഈ മുറിയിൽ ലൈറ്റ് ഉണ്ട്. ചോദിക്ക. വൃന്ദ, വൃന്ദ ഉറങ്ങിക്കാണോ? അറിയില്ല. വൃന്ദ,
എന്താ? വൃന്ദ, എനിക്ക് നാളെ എക്സാമാ. മുറിയിലെ ബൾബ് ഫ്യൂസായി. ഞാൻ കുറച്ചു നേരം നിങ്ങളുടെ റൂമിൽ ഇരുന്ന് പഠിച്ചോട്ടെ? എനിക്ക് പഠിക്കാനുണ്ട്. സോറി, കുറച്ചു നേരല്ലേ? പറ്റില്ല. ഓ, ഇലക്ട്രിസിറ്റി അവളല്ലേ കണ്ടുപിടിച്ചത്. നീ വാടി, വാ. ഓരോ മുറിയിലും കയറി ഇറങ്ങുന്നുണ്ട്. നടക്കട്ടെ, എല്ലായിടത്തും ചോദിക്കട്ടെ. ഇന്ന് ഈ നാട് മുഴുവൻ ഇരുട്ടിലാക്കേണ്ടി വന്നാലും ഞാനത് ചെയ്യും. എന്താ? അത് മുറിയിലെ കറണ്ട് പോയി. പഠിക്കാനായിട്ട്. എന്നാ കട്ടിലും കിടക്ക എടുത്തോണ്ട് വാ, ഇവിടെ തന്നെ അങ്ങ് കിടക്കാം. അതെ, നിങ്ങളുടെ സ്വത്തും പടമൊന്നും ചോദിച്ചില്ലല്ലോ. ഇത്ര ചൂടാവാൻ ഇച്ചിരി വെളിച്ചല്ലേ? പിശാച്. ദൈവമേ, ഇന്ന് രാത്രി ഹോസ്റ്റൽ ഇടിഞ്ഞ് വീണേ. ഇടി. അയ്യോ വേണ്ട, നമ്മൾ ഇതിനകത്തല്ലേ. പഠിക്കാൻ മുറി തന്നെ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? റിസപ്ഷനില് വെളിച്ചമുണ്ട്, ചെയറും ഉണ്ട്. നീ വാ, അങ്ങോട്ട് പോ. റിസപ്ഷന്റെ അടുത്തെത്തി. സേഫായി. അതായിപ്പോ രണ്ടിന്റെ മനസ്സിൽ. ഇതാണ് അവസാന വെളിച്ചം. ഇതുകൂടി അണഞ്ഞാൽ അവൾ ഒരു മെഴുകുതിരി ചോദിച്ചാൽ പോലും കൊടുക്കാൻ ആളില്ല. ചിന്ത, രാഹുൽ റെഡിയല്ലേ? യെസ്. എന്നാൽ അവനൊരു മിസ് കോൾ കൊടുത്തേക്ക്. ഓക്കെ രംഭ. രാഹുൽ, ഇവിടെ കറണ്ട് ഉണ്ട്. എന്താ ഇത്? എടി, ഇതാരും കരുതിക്കൂട്ടി ചെയ്യുന്നത് പോലെ. ആ, അറിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? പഠിക്കാതെ പറ്റില്ലല്ലോ. വാ. രംഭ, അവസാനത്തെ പ്രതീക്ഷയും പോയി. ഇനി അവൾ എന്ത് ചെയ്യും? നോക്കട്ടെ. അവള് തോൽവി സമ്മതിച്ചിട്ടേ ഇന്ന് നമ്മൾ ഉറങ്ങും. കബനി, റോഡിലെ പോസ്റ്റിൽ വെളിച്ചമുണ്ട്. അവിടെ ചെന്നിരിക്കാം. അവിടെ ചെന്നിരുന്ന മാറ്റൻ അറിഞ്ഞാലോ? ഒരു മെഴുകുതിരി പോലും തരാതെ അവര് പൂട്ടിയിട്ട് പോയതല്ലേ. അത് നമ്മളും തിരിച്ചു ചോദിക്കും. നീ വാ. ഓ, അപ്പൊ റോഡിലോട്ടാണ്. കാണാം. ഇവിടെ നല്ല വെളിച്ചമുണ്ട്. ദേ അവിടെ ഇരുന്ന് പഠിച്ചോ. ഇവിടെ ഇന്നൊരു കൊതുക. ഹോസ്റ്റലില് ഇപ്പൊ നടന്ന എല്ലാവരോടും ഒത്തു ചെയ്താ എന്തെങ്കിലും ഒരു ദിവസം കൈ കിട്ടും. ഇന്നാളെ ഞാനൊരു സ്വപ്നം കണ്ടു. നീ സംസ്ഥാനത്തെ വൈദ്യുതി മന്ത്രിയായിട്ട് രംഭയുടെ വീട് ഇരുട്ടാക്കുന്ന കാര്യമാണോ? ദയവ് ചെയ്ത് തുടങ്ങല്ലേ. ഞാനൊന്ന് പഠിച്ചോട്ടെ. നീ പഠിച്ചോ. അതും പോയി കിട്ടി. രംഭ, രാഹുൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. നിനക്ക് KCB-ലൊക്കെ ആളുണ്ടെന്ന് പറഞ്ഞിട്ട്? ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. കാണാം. യെസ്, അവസാനത്തെ വെളിച്ചം. ഈശ്വര, ഇതെന്ത് ഗതികേടാ. ഇതും രംഭ തന്നെ ആയിരിക്കോ? പിന്നെ അവളിങ്ങനെ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കല്ലേ. മിക്കവാറും ഞാൻ നാളെ തോക്കും. രംഭ, ഇനി എന്താ പ്ലാൻ? ഇനി എന്താ? അവൾ ഇരുട്ടിലിരിക്കുന്നു. നാളത്തെ എക്സാം തോൽക്കുന്നു.
തൽക്കാലം നമുക്ക് ഉറങ്ങാം. അപ്പം ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? കുറച്ചു നേരം കൂടി കാക്കാം, വെളിച്ചം വരും. എന്തുപറ്റി? എന്താ? ഹോസ്റ്റലിൽ കറണ്ട് പോയി. ഇവിടെ വെളിച്ചം കണ്ടപ്പോ വന്നതാ. ഇപ്പൊ അതും പോയി. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സംശയം തോന്നിയപ്പോ ഇറങ്ങിയതാ ഞാൻ. അവള് തന്നെ ആയിരിക്കും സർ. ഞാൻ പഠിച്ചു തീർന്നില്ല സർ. അതിനെന്താ, ഈ വെളിച്ചത്തിൽ പഠിച്ചോ, ഞാനിവിടെ വന്നോളാം. അയ്യോ സർ. ഈ സമയത്ത് അവളുടെ ബുദ്ധിമുട്ട് പറിച്ചില്ല. ഇരുന്ന് പഠിച്ചേ, ഇരിക്കും. കവിനി, ആ വളവിൽ ഒരു കട തുറന്നിട്ടുണ്ടായിരുന്നു. ദാ, കുടിച്ചോ. താങ്ക് യു സർ. പത്മിനി, പത്മിനി, എനിക്ക് നേരം വെളുത്തോ? കഴിഞ്ഞോ? മതി സർ. ഇപ്പൊ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഗുഡ്. താങ്ക് യു സർ. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണ്ട. രമ്പല്ല, അവളെ പോലെ 100 ആള് വന്നാലും നമുക്ക് സാറ് കൂടെ ഉണ്ടല്ലോ. പിന്നെന്താ? എന്നാ ഇനി ചെന്ന് കിടന്നോ, നാളെ കാണാം. ശരി സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ വൈകിയില്ലല്ലോ. ഏയ് ഇല്ല, വരൂ. നീ ബാഗ് എത്താ, ഞാൻ പിടിക്കാം. ഞാൻ പോയിട്ട് വരാം. നന്നായിട്ട് എഴുതണേ. വാ. സർ, മേ ഐ Come in. ഗുഡ് മോർണിംഗ് സർ. Good morning. Please sit down. ഓക്കെ. കുട്ടി ഇങ്ങോട്ടിരുന്നോളൂ. ഋഷി, you may please. ഓക്കെ സർ, ഓൾ ദി ബെസ്റ്റ്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ സർ.
രംഭ എക്സാം തുടങ്ങിയോ? എക്സാം പ്രിൻസിപ്പലിന്റെ റൂമിലല്ലേ, നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെയൊക്കെ പ്രതീക്ഷ തെറ്റിച്ച് അവളെങ്ങാനും പെർഫോം ചെയ്യോ? സാധ്യതയുണ്ട്. അങ്ങനെ തള്ളിക്കളയേണ്ട കേസല്ല അവള്. ആൻസർ ഷീറ്റ് എന്തായാലും പ്രിൻസിപ്പലിന്റെ കയ്യിലല്ലേ ഉണ്ടാവൂ. എന്റെ അമ്മമ്മ അറിഞ്ഞൊന്ന് വിരട്ടിയാൽ ആൻസർ ഷീറ്റ് എത്തേണ്ടടുത്ത് വരും വാല്യുവേഷന്. നന്നായി എഴുതിയാലും ഇല്ലെങ്കിലും ഷീ ഈസ് ഫിനിഷ്ഡ്. വാ.